ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് മുത്തുമണികൾ എല്ലാവരും വിശേഷങ്ങളെ? ഞങ്ങളിപ്പോൾ എന്നേ പെണ്ണൂന് പനിയാ, കൈമ തീ പൊള്ളി ചെറുതായിട്ട്. ഭയങ്കര പൊള്ളലൊന്നുമില്ല, ചെറിയ പൊള്ളലാണ്. പക്ഷെ അത് പനിച്ചു. അപ്പം ഞങ്ങൾ ഒന്ന് ചെറിയ പഴുക്കലും പനിയൊക്കെ വന്ന് പഴുത്തോണ്ട് പനിച്ചു. അപ്പം ഞങ്ങൾ ഏതായാലും അപ്പോൾ ഡോക്ടറെ അടുത്ത് പോവാടെ. ഇന്ന് കച്ചവടത്തിനൊന്നും പോകണില്ല, നമ്മുടെ വീട്ടിലുണ്ട്. അടുക്കളപ്പണിയാണ്. അടുക്കളപ്പണിയാ? ഇപ്പം സമയം 9:30 മണിയായി. അടുക്കളപ്പണിയാത്ര. ഡോക്ടറെ കണ്ടിട്ട് മരുന്നൊക്കെ വാങ്ങിയിട്ട് കേട്ടോ. അതൊരു വീട് പോലെയാണ്, ഒരു ഹോസ്പിറ്റലല്ല, വീടാണ്. പക്ഷേ എങ്കിലും ഇവിടെ ഡോക്ടറും കാര്യങ്ങളൊക്കെ സെറ്റപ്പാണ്. ഇതാണ് നമ്മൾ ഹോസ്പിറ്റല്. ഒരു വീടാണ്, പക്ഷേ നമ്മളിപ്പോൾ ഇത് ഹോസ്പിറ്റലാണ്. നമുക്ക് ഇവിടെ ഡോക്ടറുണ്ട്, ഇസ്സാ ക്ലിനിക് എന്നാണ് ഇവിടെ പറയാം. അടിപൊളി ഡോക്ടറാണ് ആൾ. സാധാരണ സാധാരണക്കാർക്കൊക്കെ എപ്പോഴും വരാനും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. വലിയ പൈസ ഒന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചികിത്സയാണ് ഇവിടെ. ഒരുവിധം കേസ് സെറ്റുകളൊക്കെ മുപ്പത് തന്നെ മതി, വലിയ റിസ്ക് ഒന്നുമില്ല. എല്ലാവർക്കും വരാനും പോകാനൊക്കെ സൗകര്യമാണ്. ഇത് നമ്മളെ പുന്നക്കാട് ഫർസ ഹോട്ടലിൻ്റെ മോളാണ് കേട്ടോ. ഫർസ ഹോട്ടലിൻ്റെ മോളാളിയാണ്. അടിപൊളി പൊറാട്ടുണ്ട്. നമ്മളെ സ്വന്തം സാധനം. അപ്പോൾ കരുവാരക്കുണ്ട് പുന്നക്കാട് ഫർസ ഹോട്ടൽ മക്കളെ ചായ കുടിക്കാനും പൊറാട്ടയും ചായയും ബീഫും അടിപൊളിയാട്ടോ. ബിരിയാണി ഉണ്ട് അവിടെ, എല്ലാ സെറ്റപ്പ് ഫുഡുകളുണ്ട് കേട്ടോ. പൊറാട്ടയാണ് അവിടുത്തെ ഏറ്റവും മെയിൻ. രാവിലെ ആളുകൾ പാർസൽ ഉണ്ടാകാനൊക്കെ തിരക്കി നിൽക്കുന്ന ഒരു ഹോട്ടൽ പുന്നക്കാടുള്ളതാണ്. ബീഫൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുന്നക്കാടത്തെ സ്വന്തം അടിപൊളി ബീഫ് കിട്ടുന്ന ഹോട്ടലും കൂടിയാണ്. നല്ല ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ അവിടുന്ന് ചായയും പൊറാട്ടയൊക്കെ പെണ്ണിന് ഞാനും കുടിച്ച്, രണ്ടാളും കുടിച്ച്. പെണ്ണു ഒരു പൊറാട്ട അയച്ചു. പനിയല്ലേ അടിക്കുന്നൊക്കെ പറഞ്ഞ് അടിച്ചു നോക്കി, അവിടെ പെണ്ണുണ്ടോ, ഒരൊറ്റ പൊറാട്ട. ചായയും കുടിച്ച് പൊറാട്ടയൊക്കെ കഴിച്ച് ഞങ്ങൾ മോലാളിനോട് സംസാരിക്കുക. പുന്നക്കാട് ഫർസ മോലാളി കുറേ തള്ളി മറിച്ചിട്ടുണ്ട്. ഒരു പ്രൊമോഷനൊന്നുമല്ല, വെറുതെ രസത്തിന് വേണ്ടി എടുത്താട്ടോ. പ്രൊമോഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഫർസ ക്വാളിറ്റിയാണ്. ചെക്കന്മാരാണ്, ഫുള്ള് ചെക്കന്മാരാണ്. നമ്മളെ വൻ സെറ്റപ്പിൽ ഫുഡ് കൊടുക്കും കേട്ടോ. അപ്പം മുതലേ നമ്മളേ പെണ്ണൂനെ ഏതായാലും ഡോക്ടറെ കാണിക്കണം. അപ്പം ഞാനെന്ത് ചെയ്തോ, ഷുഗറൊന്ന് ടെസ്റ്റ് ചെയ്യാം, ക്രിയാറ്റിനൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ റിസൾട്ട് കിട്ടിയിട്ടോ. അൽഹംദുലില്ലാ എല്ലാം നോർമലാണ്. ഷുഗർ 154 ഡയറ്റ് രാവിലത്തെ ഫാസ്റ്റിൽ. അതിപ്പോൾ ഈ മാങ്ങ കഴിക്കുന്നതുകൊണ്ടേ ഡെയിലി മാങ്ങ സാമ്പിൾ ആദ്യം നമ്മൾ കഴിക്കും, പിന്നെ ആൾക്കാർക്ക് കൊടുക്കുള്ളൂ. ഡെയിലി നല്ല 2-3 മാങ്ങ കഴിക്കും. പിന്നെ ആപ്പിൾ, ഓറഞ്ച്, ബൃത്തുക്കാൽ, അത് മറ്റേ അനാർ, ഇതെല്ലാം കഴിക്കും. അപ്പോൾ ഷുഗർ ഉണ്ടോ എന്നൊരു സംശയം. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയാണ് കയറിയത്. അപ്പോൾ ക്രിയാറ്റിനും ഒക്കെ ഓക്കെയാണ്. അപ്പോൾ ആ ഭാഗങ്ങളിപ്പോൾ നമുക്ക് ടെസ്റ്റിൽ ഓക്കെ കേട്ടോ. ഇൻഷാ അല്ലാഹ് വേറെ വിഷമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ചെങ്കളെ നമ്മളിപ്പോൾ വീട്ടിലാണുള്ളത്. രാവിലെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി പെണ്ണിനെ കാണിച്ച്, ഡോക്ടറെ കാണിച്ച് നമ്മളെ ഷുഗർ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ ക്രിയാറ്റിനൊക്കെ ചെക്ക് ചെയ്തു. അൽഹംദുലില്ലാ വളരെ റാഹത്താണ്, വിഷമമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഫ്രൂട്ട്സ് കച്ചവടക്കാരായതുകൊണ്ട് കണ്ടമാനം ഫ്രൂട്ട്സ് കഴിക്കും. അപ്പോൾ ഷുഗർ ചെക്ക് ചെയ്താണ്. കാരണം അല്ലെങ്കിൽ ഒരു ക്ഷീണം കാരണം നോക്കിയതാണ്. ഉറക്കമൊന്നും മതിയാകുള്ള. അപ്പോൾ സത്യത്തിൽ ഉറക്കമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ പ്രശ്നം. ഉറക്കം കുറവായതുകൊണ്ടാണ് ആ ഒരു ക്ഷീണമൊക്കെ നമുക്കുള്ളത്. വേറെ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ റാഹത്ത്. അപ്പോൾ നമ്മൾ വീട്ടിലകത്താണ് ഇപ്പോൾ പരിപാടികൾ നടക്കുന്നത്. പെണ്ണു റെസ്റ്റിലാണ്. പെണ്ണിന് നമ്മളിന്ന് ഫുള്ള് റെസ്റ്റ് എടുത്തു. അപ്പോൾ ഞാനും ഭാവിന്ന് കച്ചവടത്തിനും പോയില്ല. പക്ഷേ നല്ല വെയിലാട്ടോ, കച്ചവടത്തിന് പറ്റിയ ദിവസമാണ്. നമ്മൾ മഴ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് മാർക്കറ്റിലേക്ക് പോയിരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ കാലാവസ്ഥാ പ്രവചനം പോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ. അവരൊന്ന് പറയും, മറ്റൊന്ന് നടക്കും. അപ്പോൾ ഏതായാലും നമുക്കിനി പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ. മക്കളിത് അവക്കാഡോ സാധനം. അവക്കാഡോ ഈ സാധനത്തിൻ്റെ
ക്വാളിറ്റിയും ഇതിൻ്റെ ഗുണങ്ങളൊന്നും നമുക്കാർക്കും അറിയില്ല. അതുകൊണ്ട് നമ്മളാരും ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യില്ല. പക്ഷേ അല്ലെങ്കിൽ നമുക്ക് ചില സമയത്ത് വാങ്ങി കഴിക്കാൻ കഴിയില്ല, അത്രയും എമൗണ്ട് വില ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളാരും വാങ്ങി കഴിക്കില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ കാലാവസ്ഥയിൽ നമ്മുടെ നാട്ടിലൊക്കെ 1.5 കിലോ 100 രൂപയ്ക്ക് റോഡ് സൈഡിൽ കിട്ടുന്ന സാധനമാണ്. അല്ലെങ്കിൽ കിലോ 100 രൂപ, അല്ലെങ്കിൽ 1.5 കിലോ 100 രൂപ, ഇങ്ങനെയൊക്കെ റോഡ് സൈഡിൽ കിട്ടുന്ന സാധനമാണ്. ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് വാങ്ങി ഇത് ട്രൈ ചെയ്യുക. നമ്മളിപ്പോൾ ഈ സാധനം കുറച്ച് വിൽക്കാൻ കിട്ടിയിരുന്നു, അപ്പോൾ കുറച്ച് വിറ്റിരുന്നു. അപ്പോൾ അതുപോലെ ആപ്പിള്, പിന്നെ റുമ്മാമ്പഴം, മാങ്ങ, ഇതൊക്കെയാണ് നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ ഇത് കുറച്ച് കിട്ടിയപ്പോൾ അതും അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് എന്താ വെച്ചാൽ സീസൺ ഫ്രൂട്ടുകൾ കഴിക്കുക. സീസൺ ഫ്രൂട്ടുകൾ കഴിക്കട്ടെ എല്ലാവരും. അത് ചെറിയ പൈസക്ക് എപ്പോഴും കിട്ടും. അപ്പോൾ നമ്മൾ വാവ ഇന്ന് കുക്കിങ് വാവയാണ്, പെണ്ണ് ഫുള്ള് റെസ്റ്റിലാണ്. അപ്പോൾ അതിന് വേണ്ട സംവിധാനങ്ങളൊക്കെ വാവ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മസാല റെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ മന്തിയോ? ഹോം മെയ്ഡ് മന്തി. വാവ തയ്യാറാക്കുന്ന ഹോം മെയ്ഡ് മന്തിയാണ്. കാരണം ഇന്ന് പെണ്ണ് ഫുള്ള് റെസ്റ്റാട്ടോ. ഇന്ന് ഞങ്ങൾ ഇവിടെ തകർക്കുകയാണ് കേസ്, ഞാനും വാവയും. ഗ്യാസില്ലേ? ഗ്യാസ് പുറത്തുണ്ടോ? കൊടുന്നുണ്ടോ? വന്നുണ്ടോ? ചതിച്ചോ റബ്ബേ? അല്ല, ഗ്യാസ് ഓർഡർ ആക്കിയില്ല വേണു. ഗ്യാസില്ല ഗേസ്, ചതിച്ചു ഗേസ്. ഇവിടെ കണ്ട ആകെ അലങ്കോലപ്പെട്ട് കിടക്കാണ്. അതൊക്കെ നമുക്ക് ഇനി സെറ്റാക്കണം. ഇത് ഞാനും ഇപ്പോൾ ഭാവി അടുക്കളയിൽ കയറിയിട്ടാണ് ഇങ്ങനെയൊക്കെ. പെണ്ണുവാണെങ്കിൽ ഇങ്ങനെയൊന്നും ആവില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആയിക്കാരം. പെണ്ണു റെസ്റ്റ് എടുത്തല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിക്കാരം കേട്ടോ. അപ്പോൾ മകളെ ഗ്യാസ് തീർന്നു. ഗ്യാസ് കൊണ്ടുവരാൻ വേണ്ടി പോയി, ഗ്യാസ് കൊടുന്നു. അപ്പോഴേക്കും വാവ ബേബിനെ കൊണ്ടുവരാൻ പോയി. അപ്പോൾ കുക്കിങ്ങിൻ്റെ ആൾ പോയി. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ നിൽക്കല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പെണ്ണും അടിച്ചോരാ വരിക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അടിച്ചോരാന്ന് പറഞ്ഞു. അങ്ങനെ അടിച്ചോരിയും കൊണ്ടിരിക്കുകയാണ് ഗേസ്. ഇന്നത്തെ പണിയാണ് ഇതൊക്കെ. ഞാൻ വെറുതെ അടിച്ചോരിട്ടുള്ളൂ, ബാക്കിയൊക്കെ പണി വാവേണ്, ഭക്ഷണം ഉണ്ടാക്കിയതൊക്കെ. അപ്പോൾ ഗ്യാസും കുറ്റി കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വാവ വരണം ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ. വാവൻ്റെ ഫുഡ് ആയതുകൊണ്ട് വാവന്നെ വരണം. അപ്പോൾ ഇന്നത്തെ ദിവസം മൊത്തത്തിൽ വീട്ടിലിരുന്നിട്ട് കിട്ടിയ പണിയാണ് ഇതൊക്കെ. മൊത്തം അടിച്ചോരി കൊടുത്ത് പെണ്ണൂന്. തുടക്കേണ്ട ആവശ്യമില്ല എന്നുള്ള അഭിപ്രായമാണ്. കാരണം ചളിയും കാര്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ഏതായാലും അടിച്ചോരലൊക്കെ കഴിഞ്ഞ് വാവ വന്നാൽ ഫുഡ് ഉണ്ടാക്കാം നമുക്ക്. ഗ്യാസ് പെണ്ണ് വിളിച്ച് പറഞ്ഞിട്ട് 2 ദിവസം മുന്നേ ഇതുവരെ കിട്ടിയില്ല. എന്താ ഗ്യാസിൽ കാട്ടണാവും. എന്തായാലും ഗ്യാസ് കഴിഞ്ഞാൽ സ്ഥിതിക്ക് നമ്മൾ ഇനിയിപ്പോൾ കൊടുന്ന് വെച്ച് സെറ്റാക്കല്ലോ പോലല്ലോ. അപ്പോൾ ഒക്കെ സെറ്റാക്കി വെച്ചിരുന്നു. ഇനി വാച്ച് വന്ന് കിട്ടിയാൽ മതി, ബാക്കിയൊക്കെ റെഡിയാവും. അത് ഒക്കിയത് ഗ്യാസ് എത്താത്തതുകൊണ്ടേ. ഗ്യാസ് പിന്നെ കൊടുക്കുന്നത് നമ്മൾ പെണ്ണുവിൻ്റെ കുഞ്ഞാമ്മാൻ്റെ കുഞ്ഞളാപ്പാക്ക് അവിടെ കച്ചവടം ഉണ്ട്. അപ്പോൾ അവിടെ ഗ്യാസും കുറ്റി ഉണ്ടായിരുന്നു ഇറക്കി വെച്ചത്. 2 ദിവസം തുറക്കുള്ളായിരുന്നു. അപ്പോൾ നേക്കിലത് എടുത്ത് കൊടുന്നു. ഇനിയിപ്പോൾ അത് പെണ്ണുവിൻ്റെ ഗ്യാസ് വന്നിട്ട് വേണം കൊണ്ടുപോയി കൊടുക്കാൻ. അത് കിട്ടിയില്ല. ഇപ്പം എന്താ അവസ്ഥ എന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. ഏതായാലും തൽക്കാലം ഇപ്പം ഇതുമ്പോൾ പിടിച്ചിക്കുക. അടുത്ത കുറ്റി നിറച്ച് വന്നിട്ട് വേണം കൊണ്ടുപോയി കൊടുക്കാൻ. അപ്പോൾ ഗ്യാസ് പറ്റത്തീരെ നമ്മൾ കാത്തിക്കരുത്. ഗ്യാസ് ഒരു കുറ്റി ഇറക്കിയാൽ ഉടനെ അടുത്ത കുറ്റി ഇറക്കി വെക്കണം, അല്ലെങ്കിൽ ഇതേപോലെ പണി കിട്ടും. പെണ്ണൂരിന് മുമ്പ് ഇതുപോലെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു 1-2 വട്ടം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ. അപ്പോൾ മുത്തുമണിയുടെ വാവ ബേബിനെയും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ബേബി അപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ വാവ ഇനി ഫുഡിലേക്ക് ഒരുങ്ങാം കേട്ടോ. അതിക്കുള്ള മസാലകളൊക്കെ വാവ റെഡിയാക്കുന്നുണ്ട്. ഗരം മസാല ഐറ്റംസുകളൊക്കെ സെറ്റാക്കി ചൂടാക്കാനുള്ള പരിപാടിയാണ്. വാവ പറയുന്നുണ്ട് കൊത്തമല്ലി കൂടി ഉണ്ടെങ്കിൽ സെറ്റാവുള്ളൂ, പച്ചമല്ലി വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തൽക്കാലം കുറച്ച് മല്ലിപ്പൊടി ഇട്ടാണ് വറുത്ത് പൊടിച്ചൂടെന്നും പറഞ്ഞു. ഇപ്പോൾ അതിനൊന്നും പോകാൻ നേരമല്ല, സമയം 2 മണിയോടെ ആയി തുടങ്ങിയില്ലേ, സമയം കുറേ വൈകിയായിരുന്നു. അങ്ങനെ വാവ ഫുഡൊക്കെ സെറ്റാക്കാനുള്ള പ്ലാനിൽ നടക്കുക കേട്ടോ. വാവ വലിയ ഇങ്ങനെ തള്ളും. അവിടെ എങ്ങനെ ഉണ്ടാക്കി ഇവിടെ ഉണ്ടാക്കിയൊക്കെ വീഡിയോസൊക്കെ വിട്ട് കാണിച്ചത്. പക്ഷേ ഇവിടെ നിന്നൊക്കെ വാവക്ക് ഒന്നും ഉണ്ടാക്കാൻ നേരമല്ല. അപ്പോൾ വാഹനം കൊണ്ട് ഓരോന്ന് പിടിച്ചുണ്ടാക്കിച്ച് നമ്മളെ നടക്കുള്ളൂ. ഉണ്ടാക്കി തരുമൊക്കെ ചെയ്യും, പക്ഷേ നമ്മളോട് നിൽക്കണ്ടേ ഇതുണ്ടാക്കി കഴിക്കാൻ. അപ്പോൾ നമുക്കും നേരമല്ല. അങ്ങനെ ഓരോ വിഷയങ്ങൾ. എന്തായാലും മസാലയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മസാലയൊക്കെ പൊടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഒക്കെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർന്ന് സെറ്റാക്കി. അപ്പോൾ വാവ പൊടിച്ച മസാലപ്പൊടി ഇതാ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. ഇതാ മാഗി അല്ലേ, മാഗി ക്യൂബ് 2 ഇടുന്നു. ഒന്ന് മതി. ഹോംമേഡ് കൊണ്ട് 1 മതി. നല്ലോണം മിക്സ് ആക്കട്ടോ ഉഷാറായിട്ട്. അപ്പോൾ മസാലപ്പൊടിയൊക്കെ ഇട്ട് നല്ല മിക്സ് ആക്കട്ടോ. പിന്നെ മാഗി
1.5 വേണം. ഇവിടെ 1 ഇടുന്നുള്ളൂ. ചിക്കന് ശരിക്കും 1.5 വേണം. അതിന് ചിക്കൻ ഉണ്ട്. അപ്പോൾ പിന്നെ കളറ് ഉപയോഗിക്കണില്ല. കളർ ഇവിടെ തീർന്നിക്കണം. അതുകൊണ്ട് പിന്നെ കളറും ഇല്ല. കളറൊന്നും നമ്മൾ ചേർക്കണ്ട. കളർ കൊണ്ടുവരാൻ പോകാനൊന്നാവില്ല. എല്ലാ കളറിൽ പോട്ടെ. ഇത് മതി. കുറച്ച് നാച്ചുറൽ. ഇത് വേറെ ഇങ്ങനെ നമ്മൾ കണ്ടില്ലല്ലോ. ഇത് ഞാൻ വെക്കുകയും ഞാൻ അവിടെ കുക്ക് ചെയ്യും. ഇതൊന്ന് കുക്കാവണം. കളറില്ലാത്തതിൻ്റെ ഒരു സുഖമല്ല. കളർ വേണ്ട. ക്യാപ്സിക്കം പറയും. ക്യാപ്സിക്കം ഇട്ടു. ക്യാപ്സിക്കം ലേസം ഇട്ടു കേട്ടോ. ക്യാപ്സിക്കനൊക്കെ ഇട്ട് ഇത് വാവൻ്റെ ഒരു റെസിപ്പി ആട്ടോ. അല്ല നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന റെസിപ്പി അല്ല ഇത്. ഇതൊക്കെ 2-3 സ്പൂൺ സൺഫ്ലവർ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ കപ്സിൻ്റെ മസാല. കപ്സ മസാല. കപ്സ ഇത് മന്തിയായ കുറച്ച് മസാല. ഇവിടെ വേണ്ടപ്പെട്ട മസാലകളൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇല്ല. വാവക്ക് വേണ്ട മസാല ഒന്നും ഇതില്ല എന്ന് പറയണേ. മന്തിക്കുള്ള മസാല ഒന്നും ഇവിടെ നാട്ടിലില്ല എന്നപ്പോൾ പറയുന്നത്. സത്യത്തിൽ പെണ്ണിപ്പം ഇന്ന് റെസ്റ്റാണ്. ഇപ്പം ഞാൻ അടിച്ചുവരലൊക്കെ ഞാൻ കഴിച്ചു. കുറച്ചായിട്ടോ. അപ്പോൾ ഫുഡ് കളറില്ലെങ്കിൽ വാവക്ക് ഇറങ്ങില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കളർ കൊടുന്നു. ഇതിൻ്റെ അടിയിൽ പോയി ഫുഡ് കളറും കൊടുന്നു. അമ്പിളിനെയും കൊണ്ട് പോയി. അമ്പിളി വണ്ടിമേ കയറി ഹാപ്പിയാണ്. അമ്പിളിക്ക് വണ്ടിമേ കയറി മെയിൻ. അങ്ങനെ വാവൻ്റെ മന്തിത കുനുകുന തിളച്ചുകൊണ്ടിരിക്കുന്നു. 1.5 മാസമായി. ചോദ്യത്തിന് ഉത്തരം പറയും. ഇജ്ജ് എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കണ ആളാ? എന്നിട്ട് ഇജ്ജ് എന്താ ഉണ്ടാക്കി തന്നാ പറഞ്ഞ? അതൊക്കെ ഇതിനൊക്കെ സാഹചര്യം എന്താ ഉണ്ടാവുക? അപ്പോൾ ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? വാപ്പാക്കും ഉമ്മാക്കും അതിനനുസരിച്ചുള്ള മോഡൽ ഐറ്റംസ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക വേണ്ടത്. അല്ലാതെ ജീവിതം എൻ്റെ ഞാൻ ഷെഫാണ്, ഞാൻ ദുബായിൽ ആണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ലല്ലോ ഇവിടെ കാര്യം. ഇവിടെ ഞങ്ങൾക്ക് കിട്ടണം. അതിന് നാളെ തൊട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ തന്നെ പിന്നെ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. പിന്നെന്താണ്? ഇത് റൈസ്. ഇത് റൈസ് ഹാഫ് ബോയിൽ ചെയ്തിട്ട് റൈസ് ഹാഫ് ബോയിലിട്ട് മസാലയ്ക്ക് ഇടാം. വാവനെ 2 ദിവസം കൊണ്ടുപോയി വെയിലോ കുളിച്ചപ്പോഴേ ആ ദുഫായിക്കാരൻ്റെ പവറൊക്കെ പോയിരുന്നല്ലേ. സൺഫ്ലവർ ഇട്ടു. അതിക്ക് ലീഫ് ഇട്ടു, കുറച്ച് ജീരകം ഇട്ടു അല്ലേ. ആവശ്യത്തിന് സാൾട്ട്. ഇതിൽ കുറച്ച് ഇടാൻ പറ്റുള്ളൂ. എടുക്കണ്ടോ? മാഗി ക്യൂബ് ഉണ്ടാകാൻ ഉപ്പുണ്ടാവും. ആ അപ്പം എൻ്റെ കുഞ്ഞെടുത്തു. ഉള്ളു അല്ലോ എടുത്തു. ഡാഡ എടുത്തു. ഷിബി എടുത്തു. ചിക്കൻ സെറ്റായിട്ടോ. ചിക്കനൊക്കെ നല്ല വെന്ത് പാകത്തിനയക്കണ്. അങ്ങനെ തിളക്കാനായ വെള്ളത്തിലേക്ക് നാരങ്ങ നീര് ഒഴിച്ചു. അങ്ങനെ ചിക്കൻ്റെ വെള്ളം നമ്മൾ മാറ്റാം കേട്ടോ. കുടിച്ചോ, ശരി കുടിച്ചോ. കുറച്ച് മതി. ഫുള്ളെടുത്തോ. വാവ കുറച്ച് മതി. ഞാൻ പറയും ഫുള്ളെടുത്തോ. വാവയാണ് കുക്കർ. ഇത് ഞാൻ പറയണേ എൻ്റെ ഇടയ്ക്ക് പിന്നെ കളി. അങ്ങനെ ചിക്കൻ്റെ വെള്ളമൊക്കെ വാവ വേറൊരു പാത്രത്തിൽ കുറച്ച് മാറ്റിയെടുത്തു. മന്തിക്ക് ചേർക്കാൻ അങ്ങനെ തിളച്ച വെള്ളത്തിലേക്ക് വാവക്ക് റൈസ് ഇട്ടു. ഗൈസ് അങ്ങനത്തെ റൈസ് ഇട്ടു കേട്ടോ. വാവച്ച് റൈസ് ഇട്ടു. ആ വെള്ളത്തിലേക്ക് റൈസ് ഇട്ട് ഞാൻ വെള്ളം തിളക്കലേ. ഇവിടെ എല്ലാ ഐറ്റംസ് ഫുഡുകൾ ഉണ്ടാക്കി തന്നിരിക്കണം. എനിക്ക് പറ്റൂലേ? പറ്റൂ തന്നെ. അടുത്ത മാസം തന്നെ ഇവിടുന്ന് പോകണം. എന്നെ ഇവിടെ വായിക്കൂല ഞങ്ങൾ. എന്താ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ട ഉണ്ടാക്കി തരുമോ അതോ ഇവിടുന്ന് പോവും? എന്താ ചെയ്യാ പറയടാ. എന്തേ എന്തേലും ഒന്ന് പറയേ. അങ്ങനെ റൈസ് തട്ടി കേട്ടോ. വാവച്ചിൻ്റെ റൈസ് തട്ടിയിട്ടുണ്ട്. അപ്പോൾ മന്തി ദമ്മിടുകയാണ് വാവച്ചി. ചിക്കൻ താഴെ പോയിക്കണം. ചിക്കൻ അടിയിലുണ്ട് അല്ലേ. റൈസിൻ്റെ മുകളിലൂടെ ആ ചിക്കൻ്റെ ഗ്രേവി എടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കുന്ന കുറച്ച് കളറൊക്കെ ചേർത്തിട്ട് നമ്മൾ പൊടിച്ച മസാല കുറച്ച് മന്തി മസാല, വാവിൻ്റെ സ്പെഷ്യൽ മസാല അല്ലേ. കുറച്ച് സൺഫ്ലവർ ഒഴിച്ചിട്ട് നല്ലൊരു കണ്ണിലും ഇട്ട് കൊടുത്ത് ചെറിയൊരു പുക കയറ്റി കൊടുക്കുക അല്ലേ. അത് മതി സിമ്പിളായിട്ട്.
അപ്പം നമ്മളിത് ചെറുതായിട്ട് ദമ്മിടുകയാണ്. ദമ്മിട്ട് വെച്ച് കേട്ടോ. അപ്പോൾ ആ ദമ്മൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. ഓക്കെ.